വായിക്കാം. ഓക്കെ ടീച്ചേഴ്സ് 15 പേരുണ്ട്. നമ്മളെ ബാച്ച് 9ന്റെ ഡേ 10 10ാമത്തെ ക്ലാസ് ആണ്. സമഗ്രയിൽ എങ്ങനെ നമുക്ക് ടീച്ചിങ് മാനുവൽസ് അപ്ലോഡ് ചെയ്യാം, അത് നമുക്ക് AI എങ്ങനെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ് റൂമിനകത്ത് B9ന്റെ ക്ലാസ് റൂമിനകത്ത് ഡേ 10നകത്ത് പ്രോംപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. നമുക്ക് സമഗ്രയും ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തു. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു സമഗ്ര എങ്ങനെ ഓപ്പൺ ആക്കണോ. ചെയ്യുന്നവരായിരിക്കും തീർച്ചയായിട്ടും. ചെയ്യുന്ന അധ്യാപകർ സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യും. ഞാൻ സമഗ്രയുടെ സൈറ്റ് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയാണ് വന്നത്. ഇതിനകത്ത് സർവീസസിനകത്ത് സമഗ്രയുണ്ട്. അതാണ് സമഗ്ര.kite.kerala.gov.in. അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക. സമഗ്ര സൈറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. പുതുതായിട്ട് ഒരു ടീച്ചർ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെളിയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്കൂളിൻ്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിൽ നിന്ന് HM എന്ത് ചെയ്യണം, നമ്മളെ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഓൾറെഡി യൂസർ ID പാസ്വേഡ് ഉള്ള ഒരാൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്ത് യൂസർ ID പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ച കൂടെ എൻ്റർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് കയറാം. എനിക്ക് കിട്ടിയത് 992 ആണ്. ക്യാപ്ച എൻ്റർ ചെയ്ത് ഇപ്പൊ സമഗ്രയുടെ സൈറ്റ് നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. സമഗ്രയുടെ സൈറ്റ് വന്നു കഴിഞ്ഞു. നമുക്ക് ടീച്ചിങ് മാനുവൽ, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഓപ്ഷനിൽ ഇവിടെ ആയിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യും. ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ മീഡിയം ഫസ്റ്റ് സെലക്ട് ചെയ്യണം. ഏതാണോ മീഡിയം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ നമ്മുടെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയ ആ ടീച്ചിങ് മാനുവൽ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 3ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ മീഡിയം സെലക്ട് ചെയ്തു, ക്ലാസ് സെലക്ട് ചെയ്തു, സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ചാപ്റ്റർ സെലക്ട് ചെയ്തു. അപ്പൊ ഇത്രയും സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ആ ഓപ്ഷൻ അങ്ങ് മാറി. പിന്നെ നമുക്ക് ഇത്രയും താഴോട്ട് ഇവിടെയാണ് കൈകാര്യം ചെയ്യാനായിട്ടുള്ളത്. പ്ലാൻ ടൈപ്പ് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്ലാൻ ടൈപ്പാണ്. നമുക്ക് 2 ഉള്ളതിൽ ആദ്യത്തത് ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് യൂണിറ്റ് പ്ലാൻ വെച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല. 2ാമത്തെ ഓപ്ഷനാണ് ഉള്ളത്, ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. വെച്ചാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്ത ആ യൂണിറ്റിന്റെ എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഏതാണോ വരുന്നത് അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വ്യൂ സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മന്ത്ലി ഉള്ള സ്കീം ഓഫ് വർക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആവശ്യമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ എനിക്ക് കുറെ ഫീൽഡുകളുണ്ടല്ലേ. നമ്മുടെ അത് പറഞ്ഞിട്ട് മറ്റ് കാര്യങ്ങളിലോട്ട് പോവാം. നമുക്ക് ഇവിടെ ഡിവിഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്, പ്രയോറിറ്റി ഉണ്ട്, മൈക്രോ പ്ലാൻ നെയിം ഉണ്ട്, ആക്ടിവിറ്റികളുടെ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഇനി അതർ റിസോഴ്സുകളൊക്കെ ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, അസസ്മെന്റ് ഉണ്ട്, റെഫറൻസ് അത് URL ആണ് കൊടുക്കേണ്ടത്, എക്സ്റ്റെൻഡഡ് ആയിട്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ടീച്ചിങ് മാനുവലിനകത്ത് ഉണ്ടാവും ഇല്ലേ. നമ്മൾ ടീച്ചിങ് മാനുവലിനകത്ത് ഉണ്ടാവും. നമുക്ക് അതിനെ AI ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് പഠിക്കാൻ പോകും. അപ്പൊ ആദ്യം ടീച്ചിങ് മാനുവൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാം. 3ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷാണ് പറഞ്ഞത്.
ടെൻഡർ ടച്ച്. അപ്പോൾ ആ യൂണിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അത് ഏത് പരുവത്തിലാണ് ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. സാധാരണ നമ്മൾ ടീച്ചിങ് മാനുവൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ടീച്ചിങ് മാനുവലാണ്. ഇതിനകത്ത് ഈ സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാൻ പാകത്തിനുള്ള ടീച്ചിങ് മാനുവൽ അല്ല. സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പീരീഡ് വൈസ് ലെസൺ പ്ലാൻ എല്ലോ പറയുന്നുണ്ട്. വാമപ്പ്, ടീച്ചർ ടോക്സ്, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ്, ലേണർ ഇന്ററാക്ഷൻ, ആക്ടിവിറ്റി, അങ്ങനെയൊക്കെയാണ് തന്നേക്കുന്നത്. കണ്ടല്ലോ, പീരീഡ് 1, പീരീഡ് 2. അപ്പോൾ എൻ്റെ ആവശ്യം എന്താ? എനിക്ക് ഈ കാണുന്ന ഈ ടീച്ചിങ് മാനുവലിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രം AI കണ്ടെത്തി എനിക്ക് തരാം. ഓക്കെ, നമ്മൾ ടീച്ചിങ് മാനുവൽ കണ്ടു. നമ്മുടെ പ്രോംപ്റ്റ് എവിടെ ഉണ്ട്? ഇതിന്റെ പ്രോംപ്റ്റ് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടക്കും. അതിനകത്ത് കഥകൾ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഐ അറ്റാച്ച്ഡ് ആസ് ദ സോഴ്സ് കണ്ടന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് പ്രീവിയസ് മൈക്രോ പ്ലാൻ നെയിം ഇവിടെ മുതലുള്ളതാണ്. മൈക്രോ പ്ലാൻ നെയിം വേണം. എല്ലോ, ആക്ടിവിറ്റി സ്റ്റെപ്സ്, റിസോഴ്സസ്, ഓരോന്നിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. കോപ്പി എടുത്ത് ChatGPT ഓപ്പൺ ആക്കി അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ChatGPT പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് അറ്റാച്ചില് നമ്മുടെ TM ടെൻഡർ ടച്ച് എന്ന് പറയുന്ന ആ യൂണിറ്റ് വരുന്ന TM ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് പ്രോംപ്റ്റ്. ആക്ടിവിറ്റി സ്റ്റെപ്പ്, റിസോഴ്സസ്, അതർ റിസോഴ്സസ്, ഐഡിയാസ്, അസസ്മെന്റ്, റെഫറൻസ് URL, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി. അവ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതൊന്ന് പിക്ക് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം ക്ലാസ് സെലക്ട് ചെയ്യാം. ഡിവിഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. A, പിന്നെ ഡേറ്റ്, ഇത് ഏത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോ 19-ാം തീയതിയിലാണ് ഇന്ന് സെലക്ട് ആയത്. ഞാൻ ഇത് 24 ഡേറ്റ് വെച്ചു. ഇതിന്റെ ഒരു പ്രയോറിറ്റി നമ്പർ ഓൾറെഡി തുടങ്ങി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു 4 കൊടുക്കാം. പ്രയോറിറ്റി ഫസ്റ്റ് എടുക്കുമ്പോൾ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ആദ്യത്തെ എല്ലോസ് എന്താണെന്നുള്ളത് നോക്കുക. ഇവിടെ അതിന്റെ പ്രയോറിറ്റി നമ്പർ കൊടുക്കുക. മൈക്രോ പ്ലാൻ നെയിം.
ടെൻഡർ ടച്ച് എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ആക്ടിവിറ്റി സ്റ്റെപ്സ് ഇതിനകത്ത് 6 സ്റ്റെപ്പുകളാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. 6 സ്റ്റെപ്പുകൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പിന്നെ റിസോഴ്സുകൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. നമുക്ക് അറിയായിരിക്കും നമുക്ക് ഏതൊക്കെ റിസോഴ്സുകളാണ് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. അതിലിപ്പോൾ ChatGPT നോക്കണ്ട, നമുക്കറിയാൻ കഴിയും. ആവശ്യമുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ്. ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് അതിനെ എടുക്കുക, അതിനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഇമേജ് ചെയ്യേണ്ടതുണ്ട്. അത് പറഞ്ഞുതരാം എങ്ങനെ ഇമേജ് അറ്റാച്ച് ചെയ്യണം എന്നുള്ളത്. അസസ്മെന്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. അസസ്മെന്റ് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റെഫറൻസ് URL എന്ന് പറഞ്ഞാൽ നമ്മുടെ URL അഡ്രസ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിക്കിപീഡിയ ആണ് ഒരു സൈറ്റ്. ഈ വിക്കിപീഡിയയിൽ എന്താ ഒരു കണ്ടന്റ് നമ്മുടെ ഇതിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിപ്പോ URL കോപ്പി എടുക്കുക. ആ വെബ്സൈറ്റിന്റെ URL കോപ്പി എടുത്തിട്ട് അതിനവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് യൂട്യൂബ് എടുത്ത് ഇപ്പൊ ടെൻഡർ ടച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈയിടെയൊക്കെ. സ്റ്റാൻഡേർഡ് 3 യൂണിറ്റ് 1 URL വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് URL കിട്ടും. ഈ URL ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. ആ URL നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ഉണ്ട്, അതും നമുക്ക് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവരാം. ഈ പ്ലസ് കാണിക്കുന്നതൊക്കെ നമുക്ക് എന്ത് കൂടെ ചെയ്യാനുള്ളത്. ഇപ്പൊ കണ്ടന്റ് പേസ്റ്റ് ചെയ്യാം, കൂടാതെ പ്ലസ് കാണിക്കുന്നതിലൊക്കെ നമുക്ക് ഇമേജും കൂടെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാം. ഈ എന്തൊക്കെ ഇമേജുകൾ കൊണ്ടുവരാം? നമ്മളെ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവരാം. ഇനി സ്ക്രീൻഷോട്ട് വലിയ സൈസുകളാണെങ്കിൽ അതും നമുക്ക് ചെറുതാക്കി അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ചെറുതാണെങ്കിൽ വലുതാക്കാൻ പറ്റും. ഓക്കെ, ഇമേജ് എങ്ങനെയാ കൊണ്ടുവരേണ്ടത്? ഒരെണ്ണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് കാണിച്ച് പറഞ്ഞുതരാം. ഈ ആക്ടിവിറ്റി സ്റ്റെപ്പിൽ കിടക്കുന്നതിലൊക്കെ ഞാൻ കളയാം. ഓക്കെ, ആക്ടിവിറ്റി സ്റ്റെപ്പ് ഞാൻ ബ്ലാങ്ക് ആക്കിയിട്ടാണ്. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം, ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു ടീച്ചിങ് മാനുവൽ ഓപ്പൺ ചെയ്യാം. ഒരു ടീച്ചിങ് മാനുവൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതെടുക്കാമല്ലോ ചിത്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് എനിക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിന്റ് സ്ക്രീൻ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ ഫോണിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഗാലറിയിൽ വന്ന് കിടക്കും. ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് എന്നതാണ് ഓപ്ഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് പേസ്റ്റ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കിട്ടും. നമുക്കിതിനെ സാധാരണഗതിയിൽ ഇങ്ങനെ വലിച്ച് നീട്ടി
ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കില്ല. അപ്പോൾ റീസൈസ് ചേഞ്ച് സൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ സൈസ് വലുതാക്കി കൊടുക്കുക. വിഡ്ത്ത് നമ്മൾ വലിയ സൈസാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് പല ടീച്ചിങ് മാനുവലുകൾ നമ്മൾ ഇമേജുകൾ 1 by 1 ആയിട്ട് ഇമേജുകളായിട്ട് ആഡ് ചെയ്ത് ഇതിനകത്ത് കൊടുക്കുന്നു. ഇതാണ് അവരിട്ടേക്കുന്ന ഓപ്ഷൻ. മനസ്സിലായെന്നോ? ഒരു ഇമേജും കൂടെ ചെയ്ത് കാണിക്കും. നമ്മളെ കയ്യിലുള്ള ഇത് ഓപ്പൺ ആക്കുക, അതാണ് ചെയ്യുന്നത്. ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, ഇമേജ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അതിനെ എങ്ങനെ നമുക്ക് ഇതിലോട്ട് സമഗ്രയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കാം. ഇതിപ്പോ ഞാൻ കോപ്പി പേസ്റ്റ് ആണ് ചെയ്തത്. കോപ്പി പേസ്റ്റ്, കോപ്പി പേസ്റ്റ് പേസ്റ്റ് ചെയ്ത് ഇതുപോലെ കിട്ടും. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് റീസൈസ് ചേഞ്ച് സൈസ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓൾറെഡി ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള പിക്ചർ നമ്മൾ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ഇതിലകത്ത് കുറച്ച് ചിത്രങ്ങൾ കിടപ്പുണ്ട്. അതിൽ ഒരു വലിയ ചിത്രം നോക്കി ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പൊ സുഖമായിട്ട് കയറിപ്പോയി. വലുത് നോക്കട്ടെ. ഈ അടിപൊളി. ഇതൊന്ന് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അതും കയറി. എറർ മെസ്സേജ് പ്രതീക്ഷിച്ചതാണ്. 100 KB, 115, 240 KB മുകളിലുള്ളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് ഇത് നോക്കാം. ഇത് 1 MB വരുന്നത്. ആ കണ്ടല്ലോ, ഇമേജ് സൈസ് മസ്റ്റ് ബി ലെസ് ദാൻ 240 KB. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമേജിനെ നമുക്ക് ചെറുതാക്കാനായിട്ട് നമ്മൾ പല ടൂളുകൾ ഉപയോഗിക്കും. ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരു ChatGPT ഓപ്പൺ ആക്കുക, എന്നിട്ട് നമുക്ക് 240 KB അകത്ത് കൊണ്ടുവരേണ്ട ആ ഇമേജിനെ, പർട്ടിക്കുലർ ഇമേജിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കണം, ഐ നീഡ് റെഡ്യൂസ് ദിസ് ഇമേജ് സൈസ് അണ്ടർ 200 KB. 200 KB അകത്താക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ഫോട്ടോ ആണ് നോക്കി എന്ത് സാധനമായിരുന്നാലും, ചിലപ്പോൾ ടീച്ചിങ് മാനുവൽ ആയിരിക്കാം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ടീച്ചിങ് മാനുവലിന്റെ ഫോട്ടോ എടുത്തായിരിക്കും ചെയ്യുന്നത്. അതുപോലെ വലിയ സൈസ് ആവുകയാണെങ്കിൽ ChatGPT ജെമിനിയിലോ കൊടുത്ത് അങ്ങനെ ചെറുതാക്കി, ഇതിപ്പോ ചെറുതായിട്ടുണ്ട്, Scene 2 എന്ന് പറയും. അതിനെ നമുക്ക് സേവ് ചെയ്ത് കമ്പ്യൂട്ടറിലാക്കി സേവ് ഡൗൺലോഡ്സിൽ സേവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സമഗ്രയിൽ ആ ChatGPT ചെയ്ത് തന്ന ഇമേജിനെ ഡൗൺലോഡ് എടുത്ത് ഇപ്പൊ കണ്ടോ, നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ ആ ഇമേജ് നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമ്മൾ ആവശ്യമുള്ള ഫീൽഡുകളെല്ലാം എൻ്റർ ചെയ്ത് വെച്ചതിന് ശേഷം സേവ് ഓപ്ഷൻ കൊടുക്കുക. വന്നിട്ടുണ്ട്. സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് HTML-ലോട്ട് കൊടുക്കാൻ പറ്റും. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിന് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം.
യൂസ് ദിസ് ടി എം ഫോർ അനദർ ഡിവിഷൻ. മറ്റൊരു ഡിവിഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ മറ്റൊരു ഡിവിഷൻ നമ്മൾ ഇതിനകത്ത് സിങ്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഡിവിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കും. നമുക്ക് അതിനെ മറ്റു ഡിവിഷനിൽ ഉപയോഗിച്ചിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു ഡിവിഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എച്ച് എമ്മിനെ ഒരു പ്രാവശ്യം ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? അതിന് വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ മൈ ടീച്ചിങ് മാനുവലാണ്. ഒരു തവണ നമ്മൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ കൊടുക്കുന്നത്. മൈ ടീച്ചിങ് മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അയച്ച ടീച്ചിങ് മാനുവലൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതിനകത്ത് നേരത്തെ ചെയ്ത പോലെ ക്ലാസ് സെലക്ട് ചെയ്യും. മീഡിയം, ക്ലാസ്, സബ്ജക്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമുക്കിവിടെ കാണിക്കും. ഇപ്പൊ ഇതിനകത്ത് ഞാൻ അയച്ചിട്ടുള്ളതിൽ 6 അപ്രൂവൽ ആയിട്ട് കിടപ്പുണ്ട്. 2 പെൻഡിങ് ആണ്. 3 വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ആണ്. അങ്ങനെയാണ് അവസ്ഥ. ഓക്കെ, ഈ അപ്രൂവൽ ആയ ഒരു ടീച്ചിങ് മാനുവൽ നമുക്ക് തുറന്ന് കാണിക്കും. ഈ ഹോങ്കോങ്ങിന്റെ ഒരു ടീച്ചിങ് മാനുവൽ അപ്രൂവൽ ആയതാണ്. അതിനകത്ത് മൈക്രോ പ്ലാൻ നെയിം തന്നിട്ടുണ്ട്, സബ്ജക്ട് തന്നിട്ടുണ്ട്, ക്ലാസ് ആൻഡ് ഡിവിഷൻ, ചാപ്റ്റർ, ആക്ടിവിറ്റി സ്റ്റെപ്സ്, പ്രോസസ്സ്, റെസ്പോൺസ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ടീച്ചിങ് മാനുവലിന്റെ റെസ്പോൺസ് നമുക്ക് ഇവിടെ കുറിക്കാനുള്ള സെക്ഷനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ റെസ്പോൺസിന്റെ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ എൻറ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ അവിടെ കൊടുത്ത കണ്ടന്റുകൾ. റിഫ്ലക്ഷൻ നോട്ട്സ്, ഓരോ ഇതിന്റെ പാഠഭാഗത്തിന്റെ റിഫ്ലക്ഷൻ നോട്ട്സ് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് അതിന്റെ വാല്യുവേഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു, എക്സലന്റ് ആയിരുന്നോ, ഗുഡ് ആയിരുന്നോ, ആവറേജ് ആയിരുന്നോ, ബിലോ ആവറേജ് ആയിരുന്നോ, നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് സാധനം കുട്ടികൾക്ക് കൊടുത്ത് അത് എങ്ങനെ ഉണ്ടായിരുന്നു, പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക, ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുക. അതിനകത്ത് ഇങ്ങനെ ആഡ് ആയി പോയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സമഗ്രയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. 18 പേരുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഞാനിപ്പോ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്? എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും? നമ്മൾ സെവൻത്തിയില് ചെയ്യുന്ന അധ്യാപകരായിരിക്കും. കൂടുതലായിട്ട് വലിയ സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എ വെച്ച് പ്രോംപ്റ്റ് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തു, അതിനെ ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ഇടായിരുന്നു ചെയ്തു. പിന്നെ അഡീഷണലി പറഞ്ഞത് ഇമേജുകളെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഇമേജ് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫീൽഡുകൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇമേജ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ എല്ലാം കോപ്പി പേസ്റ്റ് പരിപാടി തന്നെയാണ്.
ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പറയൂ. സാറേ, പറയാം. ആക്ടിവിറ്റി സ്റ്റെപ്സിലാണെന്ന് തോന്നുന്നു അവിടെ ഒരു AI യുടെ എലമെന്റ് കാണിക്കുമല്ലോ, അതെന്താണ്? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആഡ് ചെയ്ത ഒരു സംഭവമാണ് അല്ലെ, ആക്ടിവിറ്റി സ്റ്റെപ്സ്. ഇപ്പൊ എടുത്ത് കളഞ്ഞാന്നോ? ഞാനത് ശ്രദ്ധിച്ചു, ഇടയ്ക്ക് എപ്പോഴോ ശ്രദ്ധിച്ചു. അല്ല സാർ, ഇപ്പൊ ആദ്യം എടുത്തപ്പോഴും അതുണ്ടായിരുന്നു. ഫാൻസ് ഉണ്ടല്ലേ, ഒന്ന് നോക്കട്ടെ. അവർ ഉൾപ്പെടുത്തി എന്ന് ഇതിനകത്താണോ? അതെ, ആ ട്രാൻസ്ലേറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിക്കാറുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. ഇംഗ്ലീഷ് ടു മലയാളം, കന്നഡ, മലയാളം. അത് അല്ല, താഴെ നോക്കാം. അവര് AI ഇന്റഗ്രേറ്റ് ചെയ്തതാണ്, ഇപ്പൊ കാണിക്കുന്നില്ല അല്ലേ? ഞാനൊരു കാര്യം ആദ്യം ഒരിടത്ത് നോക്കാം. ക്ലാസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഒരു ദിവസം പരീക്ഷിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ വന്നു ഇംപ്രൂവ് വിത്ത് സമഗ്ര പ്ലസ് AI. അവിടെ ഫീൽഡുകളെല്ലാം കൊടുത്തപ്പോഴാണ് വന്നത്. നോക്കാം, ഒരു കണ്ടന്റ് കൊടുത്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് the provided activities should be at least 150 character long. Right. Improve activity step സമഗ്ര പ്ലസ് AI. ഞാൻ 150 കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വന്നു. ജനറേറ്റ് പെയർ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇൻഡിവിജ്വൽ റെസ്പോൺസ്. കുറച്ച് സാധനം ഞാൻ കൊടുത്ത കണ്ടന്റിന്റെ ഒരു അത്യാവശ്യം പൊടി തട്ടിയൊക്കെ എടുത്തു. നമുക്ക് കോപ്പി ഓപ്ഷനും റീപ്ലേസ് ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് തന്നാണ് ഈ ഇംപ്രൂവ് സമഗ്ര പ്ലസ് AI എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഒരു AI അവർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയും ഉപയോഗിക്കാം. നമ്മൾ കണ്ടന്റ് കൊടുത്ത് കയ്യിലൊരു റഫ് കണ്ടന്റ് ഉണ്ടാവും ഇല്ലേ? നമ്മുടെ കയ്യിൽ ടീച്ചിങ് മാനുവലിൽ നിന്ന് നമ്മളൊരു റഫ് കണ്ടന്റ് എടുത്ത് അതിവിടെ കൊണ്ടുവന്ന് ഈ ടിക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് കിട്ടും. അപ്പൊ ഇവിടെയും ചെയ്യാം. നമ്മൾ ഇതിനകത്തും സമഗ്രയ്ക്കകത്തും AI സഹായത്താൽ കണ്ടന്റിനെ ഇംപ്രൂവ് ചെയ്യും.
ഈ സൂം വെളിയിൽ നിന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ക്ലൗഡും ChatGPT പോലുള്ള ടൂൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നോക്കുക, ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എടുക്കേണ്ട ഇതാണ്, ഇവിടെ നിന്ന് കോപ്പി സംഭവം ജനറേറ്റ് ചെയ്യുക, ആ ജനറേറ്റ് ചെയ്തിട്ട് ഇതിനെ കോപ്പി എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. അങ്ങനെ പേസ്റ്റ് ചെയ്താണ് ഈ കാണും. ഓക്കെ ടീച്ചർ, ക്ലിയർ ആയില്ലേ? നേരത്തെ നോക്കിയപ്പോൾ വന്നില്ല. ഞാൻ വരാത്തതിന് കാരണം ക്ലാസ്സുകളൊന്നും കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ക്ലാസ് സെലക്ട് ചെയ്ത് എല്ലാ ഓപ്ഷനും സെലക്ട് ചെയ്തപ്പോഴാണ് ഇപ്പൊ കണ്ടോ, അപ്പൊ അത് പോയി. അത് മാറ്റുമ്പം വരും. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? സർ യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, അതെന്ത് അതിനകത്തെ അങ്ങനെ ഒരു സംഭവം ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ശരിയാവുന്നില്ല അത് അല്ലേ? ഇല്ല, ട്രൈ അല്ല ചെയ്തു അങ്ങനെ അവര് അതിനകത്തൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാ വെച്ചിട്ടില്ല. ഓപ്ഷൻ അതിനുണ്ട്. നോ ഓക്കെ. യൂണിറ്റ് പ്ലാൻ അവൈലബിൾ. നമ്മുടെ കയ്യിലല്ല അതിന്റെ അതെ അതെ കൺട്രോൾ, ഓക്കെ. അവരുടെ കയ്യിലാണ്. അവര് ആഡ് ചെയ്ത് ഇടുന്നതിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. പലതും തുടക്കത്തിലുള്ളതിനെ പലതിനെ ഒഴിവാക്കി. മുമ്പ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ, അതായത് സൈസ് കൂടുന്ന എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യും. ചെറിയ ചെറിയ ടെക്സ്റ്റുകളും ചെറിയ ഇമേജുകളും മാത്രമേ നമുക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. നോ ഡൗട്ട്. സാർ നമ്മൾ അണ്ടർലൈൻ ചെയ്യാനൊക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? പേസ്റ്റ് ചെയ്ത TMല് പോയിന്റ് ഇടാന്, കുറച്ച് ബോൾഡ് കൂട്ടാനൊക്കെ. ഇപ്പോ ഇവര് തന്നിട്ടുള്ള സാധനത്തിനകത്ത് ഇപ്പൊ Ctrl+B ഞാൻ കൊടുത്തപ്പോ ബോൾഡായി. Ctrl+B, Ctrl+U കൊടുത്ത ഇപ്പൊ അണ്ടർലൈൻ വന്നു. Ctrl+U ഇസോ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ? Ctrl+B കൊടുത്തപ്പോൾ ബോൾഡായി, Ctrl+U കൊടുത്തപ്പോൾ അണ്ടർലൈനായി, Ctrl+I കൊടുത്തപ്പോഴും ബോൾഡായി. ഇറ്റാലിക്സ് ആണ് ഐ സാധാരണ വരണം. Ctrl+Bയും Yയും വർക്ക് ചെയ്യുന്നു, യു വർക്ക് ചെയ്യുന്നു. ബോൾഡിന്റെ ബിയും അണ്ടർലൈൻ്റെ യു. ഐ ഇറ്റാലിക്സ് ആയിരുന്നു, പക്ഷേ ഇറ്റാലിക്സ് ബോൾഡ് ആയിട്ടാ വരുന്നത്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാനാണ് കീബോർഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് ഓപ്ഷൻ. മൊബൈലിൽ അറിയാമല്ലോ പറ്റില്ല. ഫോണ്ട് സൈസ് കൂട്ടാൻ പറ്റുമോ സർ? ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധാരണ കീബോർഡ് ഓപ്ഷനാണ് നോക്കണം. ഈശ്വര, ഫോണ്ട് സൈസിനുള്ള ഓപ്ഷൻ തന്നിട്ടില്ലല്ലോ ടീച്ചർ. വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇമേജ് ആക്കിയിട്ട് നേരത്തെ ചെയ്ത പരിപാടി ചെയ്യാനാണ് പറ്റുക. വലിയ സൈസ് ചിലർ പറയാറുണ്ട്, ചില ടീച്ചർ HMമാർക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യാം, അതിന്റെ വലിയ സൈസിലുള്ള ഇതാക്കി വെച്ചിട്ട്. ഫസ്റ്റിലുണ്ടായിരുന്നു അങ്ങനെ കൂട്ടാൻ, ഇപ്പൊ പറ്റുന്നില്ല. ആദ്യം ഒരുപാട് സാധനങ്ങൾ അവർ ഒഴിവാക്കി. ഓരോ മാറ്റങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്നതാണ്. ഇതുപോലെ വേർഡ് ഫയൽസിൽ നമുക്ക് സൈസ് വലുതാക്കി PDF ആയിട്ടൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ ഇല്ല, വഴിയില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇതാണ്,
നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വലുതാക്കും. ഇങ്ങനെ വെച്ചിട്ട് ഫോണ്ട് സൈസ് വലുതാക്കി കോപ്പി പേസ്റ്റോ ഒക്കെ ചെയ്യാം. ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇമേജ് മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഇച്ചിരി വലുതായി. വലുതാക്കിപ്പോയി. കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ആ ലൈൻ വലുതായി കിട്ടി. ഇങ്ങനെ ചെയ്യാം ടീച്ചർ. വെളിയിൽ നിന്നിട്ട് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ചെയ്യാം. കണ്ടല്ലോ. ഓക്കെ. ഉം. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാ ഫ്രൈഡേ ആണ് റിവിഷൻ ക്ലാസ്സുകൾ വരുന്നത്. റിവിഷൻ ക്ലാസ് ബാച്ച് കഴിഞ്ഞ അധ്യാപകർക്കാണ്. ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ 10 ദിവസം കൊണ്ട് എന്തായിരുന്നാലും ഒരു ധാരണയെ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഈ റിവിഷൻ ക്ലാസ്സുകൾ വയ്ക്കുന്നത്. ഈ വരുന്ന ഫ്രൈഡേ ഉള്ളത് നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് തോന്നുന്നു ഡേ 5ന്റെ വീഡിയോ ആയിരിക്കും. മറ്റേ വീഡിയോ ഉണ്ടാക്കുന്ന AI വീഡിയോ തയ്യാറാക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഡേ 4 ആയിരുന്നു. ഡേ 5 അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ലൈവ് ആയിരിക്കും. ചില ക്ലാസ്സുകൾ വീഡിയോ അയച്ചു തരും, ചില ക്ലാസ് ലൈവ് ആയിരിക്കും. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. കണ്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെയും. ഇപ്പോൾ ടീച്ചിങ് മാനുവലൊക്കെ പറഞ്ഞും കൂടെ ചെയ്താലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവും. നോട്ട്ബുക്ക് എലമെന്റ് ലൈവ് ആയിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നമ്മുടെ പ്രസന്റേഷൻ അതൊക്കെ ലൈവ് ക്ലാസ് ആയിരിക്കും. അതിലെ ഒരു വർക്ക്ഷീറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ സാർ ഇന്നലെ, ഒരു ആ, മോനിഷ എന്ന് ഉം, പറഞ്ഞിട്ട് എന്തോന്ന്, ആ, ആ, ആ. അത് ഉണ്ടാവോ? മോൻഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ടീച്ചറെ. ഇപ്പൊ നമുക്ക് അധ്യാപകർക്ക് ഒരുപാട് ആം, എന്തുണ്ടെന്നറിയോ, ടൂളുകൾ വന്നുകൊണ്ടിരിക്കുക, വെബ്സൈറ്റ്. അപ്പൊ ഈ വെബ്സൈറ്റിനകത്ത് ഈ ടീച്ചിങ് മാനുവലൊക്കെ തയ്യാറാക്കി തരുന്ന സെഗ്മെന്റ് ആണ് ഉള്ളത്. അപ്പൊ അവരുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ നമുക്ക് വെറുതെ എൻട്രി ചെയ്തൊക്കെ നോക്കാം. ഇത്ര ക്രെഡിറ്റ് വെച്ച് നമുക്ക് തരും. അപ്പൊ അവരൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരും. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബുക്കോ ഒന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അവർക്ക് ഇങ്ങോട്ട് തരാനുള്ള സാധനമുള്ളൂ. നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്നും ജനറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കൂല. നമുക്ക് നമ്മളെ കയ്യിലെ ഹാൻഡ് ബുക്ക് നമ്മുടെ ഇൻപുട്ട് വാങ്ങണം. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ബുക്ക് വാങ്ങണം, നമ്മുടെ കയ്യിൽ നിന്ന് ടീച്ചർ ടെക്സ്റ്റ് വാങ്ങണം, നമ്മുടെ കയ്യിൽ നിന്ന് റെഫറൻസ് ബുക്ക് വാങ്ങണം. വാങ്ങി നമുക്ക് അതുപോലെ തയ്യാറാക്കി തരാം. ഓൾറെഡി അവരുടെ കയ്യിലുള്ള സാധനത്തിന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം നമുക്ക് തരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മോൻഷമുള്ള സൈറ്റ്, അതുപോലത്തെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ഫ്രീ ആയിട്ടിരിക്കും, ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. വർക്ക് ബുക്കൊക്കെ അതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഇതുപോലത്തെ 1-2 സൈറ്റ് നോക്കിയിട്ട് അത് വെച്ച് വർക്ക് ബുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാം, ഡിസ്കസ് ചെയ്യാവുന്നുള്ളേ ഉള്ളൂ. ഇപ്പോഴും കേരളത്തിൽ 1-2 പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ടീച്ചേഴ്സൊക്കെ ഈ പല ടൂളുകളും വന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ പൈസ അടച്ച് ടീച്ചിങ് മാനുവൽ ഒക്കെ തയ്യാറാക്കി തരുമെന്നുള്ള. നോക്കാം, നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം, ഉപയോഗിക്കാൻ പറ്റാത്തെങ്കിൽ കളയാം. സാർ ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിക്കുന്നതിനെ കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാ തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മൾ 1ാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എൻ്റെ മറ്റേ ഈ 4 ആക്ടിവിറ്റി ചെയ്തില്ലേ, ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കുന്നതിനെ കുറിച്ചായിരുന്നു അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അതേ ഒരേ പരിപാടി തന്നെ. അതിനുവേണ്ടി എന്താ ചെയ്യുക, നമ്മൾ ആദ്യം ഒരു ഇതെടുക്കും, കണ്ടന്റ് എടുക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. എന്നിട്ട് എടുത്ത് പറയും എനിക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരൂ എന്ന് പറയും. ഇതുപോലെ മറ്റൊരു നോട്ട് തയ്യാറാക്കി തരൂ. കോൺസെപ്റ്റ് ഇതാണ്, ഐഡിയ ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന് നോട്ടിന് ഒരേ ഐഡിയ ആണ് ഉള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊരു ലേബറിന്റെ ഇരിപ്പുണ്ടെന്ന് വെച്ച് നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുത്തിട്ട് പറയും ഇതുപോലെ മറ്റൊരെണ്ണം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്നാൽ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റിയിലുള്ള മറ്റൊരു നോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരണം എന്ന് നമ്മൾ പറയും. ഓക്കെ സാർ. അതാണ് സംഭവം. നമ്മുടെ വർക്ക്ഷീറ്റുകളൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു വർക്ക്ഷീറ്റ് വെച്ചിട്ട് അതുപോലെ കുറേ വർക്ക്ഷീറ്റുകൾ. ഉദാഹരണത്തിന് ഹോങ്കോങ്ങിന്റെ ഒക്കെ എല്ലാ ദിവസവും ചാനലിലൊക്കെ ഇടുന്നില്ലേ, അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഒരു എണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മുടെ ഒരു റെഫറൻസ് ഉണ്ടാവും. ആ റെഫറൻസ് വെച്ചിട്ട് അതേപോലെ കുറേ എണ്ണം 10-100 എണ്ണം തയ്യാറാക്കും. ഇതുപോലെ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് പക്ഷേ ഇതുപോലെ പറ്റില്ല. ജനറൽ നോളേജ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കിയൊക്കെ എടുത്ത് ചെയ്യേണ്ട വിഷയം. എല്ലായിടത്തും കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ വർക്കുകളും ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നിനും ഓരോ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പ്രോംപ്റ്റിംഗ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിലാണല്ലോ പ്രോംപ്റ്റ് വരുന്നത്. എനിക്കിതുപോലെ തയ്യാറാക്കി തരണം, അല്ലെങ്കിൽ ഈ ഇമേജിനെ എന്താക്കി തരണം, സൈസ് കുറഞ്ഞ ഇമേജ് ആക്കി തരണം എന്ന് വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ പ്രോംപ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇമേജുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ സുഹൃത്തിന്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അവരുടെ പോലും ചോദിക്കണ്ട, നമുക്ക് തന്നെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ChatGPT-യോടോ ജെമിനിയോടോ ചോദിച്ച് ഇതുപോലെ ഒരെണ്ണം പ്രോംപ്റ്റ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ആ കണ്ടന്റ് തന്നെ മറ്റൊരെണ്ണം തയ്യാറാക്കി തരാനോ പറയാനുള്ള ആ ഒരു എബിലിറ്റി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അതാണ് അതിനുള്ള ഒരു പോംവഴി. സാറേ നമ്മൾ സ്കൂളിലെ വീക്ക്ലി കറന്റ് അഫയേഴ്സ് ക്വിസ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഉം. അത് പ്രോംപ്റ്റ് കൊടുത്താൽ കിട്ടുമോ? ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്ര ശരിയായില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യണത് ഒരു 10 കറണ്ട് അഫയേഴ്സ് എടുക്കും. 10 കറണ്ട് അഫയേഴ്സ് എടുത്ത് വായിച്ചു നോക്കി അതിൽ കൊടുക്കാൻ പറ്റുന്ന മാത്രം ഒരെണ്ണം കിട്ടും. ആ അത് നമ്മൾ വായിച്ച് മാനുവലി നമ്മൾ വർക്ക് ചെയ്യണം, വായിച്ചു നോക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ആ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമുക്ക് ആ ഈ ഗൂഗിളിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ പത്രങ്ങൾ എല്ലാ ദിവസവും വരാറുണ്ടല്ലോ, ജനറൽ ആ ഗ്രൂപ്പിലൊക്കെ പത്രത്തുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുത്ത് ചെയ്യാം. മാനുവലി ചെയ്യുന്നത് തന്നെയായിരിക്കും സമയം ലാഭം തോന്നുന്നു. കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാൾ നമ്മൾ മാനുവലി നോക്കുമ്പോൾ അതിന്റെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അതെ നമുക്ക് ആധികാരികത ഉറപ്പിച്ചിട്ട് ആ നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഈ വൈകുന്നേര സമയത്ത് സ്കൂളുള്ള ദിവസങ്ങളിൽ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ. മോർണിംഗ് മലയാളം, ഇംഗ്ലീഷ്, ജനറൽ നോളജ് വരുന്നുണ്ട്. അതുപോലെ ഈവനിങ് ഇനി കൂടുതൽ കാര്യങ്ങൾ വരും. ഗ്രാമറൊക്കെ നോക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ, അതും വരും. മറ്റെന്തെങ്കിലും ഉണ്ടോ? ടീച്ചേഴ്സ് ഒന്നുമില്ല? സാറേ, ഈ റിവിഷൻ ക്ലാസ്സിന്റെ കാര്യമേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ അറിയിക്കുമല്ലോ അല്ലേ? അതെ, എല്ലാ ഫ്രൈഡേയും വരും, ലിങ്ക് വരും. ഓക്കെ, എല്ലാ താങ്ക് യു. ഫ്രൈഡേയും. ഈ വീഡിയോ അറ്റൻഡ് ചെയ്ത് കാണേണ്ട ക്ലാസ്സിന്റെ വീഡിയോ ആയിട്ട് വരും. അല്ല, ലൈവ് ക്ലാസ് വരുന്നത് അങ്ങനെ. സാർ, മെറ്റ എ അനിമേഷൻ വീഡിയോ ഒന്ന് നോക്കണേ. മെറ്റ എ അനിമേഷൻ. ഓക്കെ, മെറ്റ എ അനിമേഷൻ നോക്കാം, നോക്കിയിട്ട് പറയാം. എന്തായിരുന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ChatGPT എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ഹാങ് ആവാറുണ്ട്. ജെമിനിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചില സമയം അപ്ഡേഷൻസ് വല്ല നടക്കുന്നതുകൊണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും പറ്റിയതായിരിക്കും. നമ്മൾ ഈ ChatGPT നമ്മൾ സെലക്ട് ചെയ്യാൻ നിർത്തിയിരുന്നല്ലോ എഡിറ്റ് ചെയ്യാന്. ആ, പക്ഷെ അത് ജെമിനിയിലില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ജെമിനിയിൽ ഞാൻ ഇന്നലെ അതുപോലെ ഒരു മാത്സിന്റെ 3ാം ക്ലാസ്സിന്റെ ഒരു വർക്ക്ഷീറ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഉം, പക്ഷെ അതില് വൺസുകൾ ഉണ്ടല്ലോ, ഉം. 483 എന്നുള്ളത്. ഓ, അപ്പൊ അതിൽ 3 വന്നേ. അപ്പൊ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കണ്ടില്ല, അതാ ചോദിച്ചത്. അതിനെ നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞിട്ട് വല്ലതും കൊടുക്കാനേ നിവർത്തിയുള്ളൂ. ഇന്ന സാധനം ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ റിമൂവ് ചെയ്തിട്ട് വേറൊരു അങ്ങനൊക്കെ ടെക്സ്റ്റ് ഇടാൻ. കൊടുത്തു. പക്ഷെ എന്താണ്, അത് പല രീതിയിലാണ് വരുന്നത്. അതിനെ സേവ് ചെയ്ത് വെച്ചിട്ട് മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാമായിരുന്നു. മറ്റേ ക്യാൻവ. ക്യാൻവയിൽ നോക്കണം. ക്യാൻവയിലും കൂടെ ഒന്ന് രണ്ടും കൂടെ ചെയ്താലേ പറ്റൂ. നോക്കണം. ഇത് മലയാളം ആയിരിക്കുമല്ലേ ടീച്ചർ ചെയ്ത് നോക്കുക? അത് അല്ല, ഇംഗ്ലീഷ് ആയിരുന്നു. അല്ല, അത് ഞാൻ 1ാം ക്ലാസ് ആണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഞാൻ അങ്ങനെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് സാമ്പിൾ ഉം. പഠിക്കട്ടൊന്ന് നോക്കിയതായിരുന്നു. ഓ ഓ, ഉം. വിടണ്ട, ഐഡന്റിഫൈ ചെയ്ത് നോക്കൂ. ഇങ്ങനത്തെ ഉം. മിസ്റ്റേക്സ് സ്ഥിരം വരുന്നതാണ്. നമ്മൾ ആ കൊടുക്കുന്നതൊന്ന്, തരുന്നത് വേറൊന്ന്. ആ അപ്പോൾ ആ ഇതുപോലെ ക്യാൻവയിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റം വരുത്തി പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും നന്ദി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ടീച്ചിങ് AI ഉപയോഗിച്ച് വളരെ ഈസി ആക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ പഠിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ലെഫ്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ ലെഫ്റ്റ് ആവുകയാണെങ്കിൽ അറിയിച്ചാൽ ഞാൻ അതിനെ തിരിച്ച് റീകണക്ട് ചെയ്ത് തരാം. ചിലർ ഫോൺ മാറ്റുമ്പോഴും അബദ്ധത്തിലൊക്കെ ലെഫ്റ്റ് ആവുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ലെഫ്റ്റ് ആയ ഒന്ന് അറിയിച്ചാൽ തിരിച്ച് വീണ്ടും റീകണക്ട് ചെയ്ത് തരാം. ഗ്രൂപ്പിൽ വേണം. കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. കുറേ പുതിയ പുതിയ കാര്യങ്ങൾ AI വരുമ്പോഴേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലും അറിയിക്കാറുണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകൾ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ശരി, നന്ദി, ഒത്തിരി നന്ദി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ 10 ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിലൂടെ സാധിച്ചു. സാറിന്റെ വലിയ മനസ്സിനെ പിക്സലുണ്ട്. താങ്ക് യു ടീച്ചർ. പഠിക്കാനുള്ള മനസ്സ് കാണിച്ചതാണ് ഏറ്റവും ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് പിരിയാണ്. വീഡിയോ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ വരുന്നതായി. ആരോ മൈക്ക് എടുത്തല്ലോ. ഇല്ല സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ് പറയാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.